നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് പശ്ചിമേഷ്യ കടുത്ത ആശങ്കയിലാണ്. ഇറാൻ തിരിച്ചാക്രമിച്ചതോടെ ലോകം മറ്റൊരു വലിയ യുദ്ധഭീതിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും ശക്തമായ സൈനിക ശേഷിയുള്ള രാജ്യങ്ങളാണ് ഏറ്റുമുട്ടുന്നത്. ഇതിനിടയിൽ അന്തരിച്ച ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്കയുടെ പ്രവചനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ബാബ വാങ്ക ഇതിനു മുൻപും ഈ പേര് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. കാരണം പല പ്രവചനങ്ങളും വർഷങ്ങൾക്ക് മുമ്പേ ഈ ജ്യോതിഷി മരണപ്പെട്ടെങ്കിലും ഇനിയുള്ള വർഷങ്ങളടക്കം നടക്കാൻ പോകുന്ന ഭാവി പ്രവചനങ്ങൾ ഇവർ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഏതായാലും 2026 മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്നാണ് ബാബ വാങ്ക പ്രവചിച്ചിട്ടുള്ളത്. ഇപ്പോൾ നടന്നിട്ടുള്ള ഈ സൈനിക ആക്രമണങ്ങൾ അതിൻ്റെ തുടക്കമാണെന്ന് പലരും പറയുന്നു. 2026 തുടക്കത്തിൽ കിഴക്ക് നിന്നൊരു മഹായുദ്ധം ആരംഭിക്കുമെന്ന് വാങ്ക പ്രവചിച്ചിരുന്നതായി അവരുടെ അനുയായികൾ അവകാശപ്പെടുന്നു. ഇതിനെ ഏറ്റുപിടിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. 1996 അന്തരിച്ച ബൾഗേറിയൻ പ്രവാചകയായ വാങ്ക 2026 തുടക്കത്തിൽ ലോകത്തെ പിടിച്ചുകുലുക്കുന്ന ഒരു വലിയ യുദ്ധം ഉണ്ടാകുമെന്ന് നേരത്തെ പ്രവചിച്ചിരുന്നതായും ആ യുദ്ധത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത് എന്ന തരത്തിലുമാണ് സാമൂഹിക മാധ്യമങ്ങളിലെ ചർച്ച. പ്രവചന പ്രകാരം ഈ യുദ്ധം യൂറോപ്പിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുകയെന്നും അവിടുത്തെ ഭൂമി പാഴ്നിലമായി മാറുമെന്നും വാങ്ക പ്രവചിച്ചിരുന്നു. ഈ സംഘർഷങ്ങൾക്കൊടുവിൽ റഷ്യ ലോകത്തെ പ്രധാന ശക്തിയായി മാറുമെന്നും പ്രവചനത്തിലുണ്ട്. ഈ സംഘർഷം ക്രമേണ ലോകമെമ്പാടും പടരാൻ സാധ്യതയുണ്ടെന്നും വാങ്കയുടെ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു. കിഴക്ക് നിന്ന് ആരംഭിക്കുന്ന സംഘർഷം മഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് വാങ്ക പ്രവചിച്ചിരുന്നത്. ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ ആക്രമണം നടത്തുമ്പോൾ വാങ്കയുടെ പ്രവചനം കൂടുതൽ ചർച്ചയാവുകയാണ്. നിലവിലെ ആക്രമണങ്ങൾ ലോകമെമ്പാടും വ്യാപിക്കുമെന്ന് മഹായുദ്ധത്തിലേക്ക് എത്തുമെന്നാണ് വാങ്ക പ്രവചിച്ചത്. മറ്റ് രാജ്യങ്ങൾ കൂടി ഈ ആക്രമണത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുന്നതോടെ ഇത് വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമെന്നും പലരും കരുതുന്നു. വാങ്കിലിയ പാണ്ഡെവെ ഗുഷ്ടെറോവ എന്നാണ് ബാബ വാങ്കയുടെ യഥാർത്ഥ പേര്. 1911 ജനുവരി 31 ജനനം. ദാരിദ്ര്യമടക്കമുള്ള പ്രയാസങ്ങൾ നേരിട്ടാണ് വളർന്നത്. 12-ാം വയസ്സിൽ ചുഴലിക്കാറ്റിൽ കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടമായി. കാഴ്ച പോയതിനു ശേഷമാണ് അവർക്ക് ഭാവി പ്രവചിക്കാനുള്ള അത്ഭുത സിദ്ധി ലഭിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. വിപ്ലവകാരി എന്ന് മുദ്രകുത്തി ബാബ വാങ്കയുടെ അച്ഛനെ അധികൃതർ ജയിലിൽ അടച്ചിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ അമ്മയെയും നഷ്ടമായി. ഇതോടെ ബന്ധുവീടുകളിൽ മാറി മാറി താമസിച്ചു. പിന്നീട് ബൾഗേറിയൻ സൈനികന് വിവാഹം കഴിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് വാങ്ക ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. ബൾഗേറിയൻ രാജാവ് അടക്കം അവരെ കാണാൻ എത്തിയിരുന്നുവെന്നും പറയപ്പെടുന്നു. 1996 ബാബ വാങ്ക അന്തരിച്ചത്. വാങ്കയുടെ മരണശേഷം അവരുടെ പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ട്രെൻഡായി. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പലർക്കും അത്ഭുതമായി. പല സന്ദർഭങ്ങളിലുള്ള അവരുടെ പ്രവചനങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിച്ചിരുന്നെന്നാണ് പറയപ്പെടുന്നത്. ടെഹ്റാനിലെ സുപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ഈ നീക്കം ആണവായുധ ഭീഷണി ഇല്ലാതാക്കാനാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയത്. ഇറാനിലെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ ഓഫീസിന് സമീപമാണ് ആദ്യ ആക്രമണങ്ങൾ നടന്നത്. ഇതിനെ തുടർന്ന് അദ്ദേഹത്തെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. നിലവിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ വ്യോമപാതകൾ അടച്ചിരിക്കുകയാണ്. ഇത് ലോകമെമ്പാടും വലിയ ഭീതിക്കും കാരണമായിട്ടുണ്ട്. നിലവിലെ ഈ സാഹചര്യങ്ങൾ ബാബ വാങ്കയുടെ പ്രവചനങ്ങളുമായി ഒത്തുപോകുന്നതാണെന്നും സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎസിന്റെ സൈനിക നീക്കത്തെ ന്യായീകരിക്കുകയും ഇറാനിലെ ജനങ്ങളോട് തങ്ങളുടെ ഗവൺമെന്റിനെ ഏറ്റെടുക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതേസമയം ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിന് മറുപടിയായി ഇറാൻ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 ആരംഭിച്ചു. US നാവികസേനയുടെ കപ്പലുകൾക്കും സൈനിക താവളങ്ങൾക്കും നേരെ ഇറാൻ ആക്രമണം നടത്തി. ഇതിന്റെ ഭാഗമായി റിയാദ്, ദുബായ്, അബുദാബി എന്നിവിടങ്ങളിലും സ്ഫോടനങ്ങൾ നടന്നതായ റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ ഇറാനും ഇസ്രായേലും തങ്ങളുടെ വ്യോമപാതകൾ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. വാങ്കയുടെ പ്രവചനങ്ങൾ പോലെ ഇതൊരു വലിയ ആഗോള ദുരന്തത്തിലേക്ക് വഴിമാറുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടെന്ന് ഇറാൻ തന്നെ സ്ഥിരീകരിച്ചതോടെ മണ്ണടിയുന്നത് $95 ബില്യൺ, ഏകദേശം 9 ലക്ഷം കോടി രൂപയുടെ സാമ്രാജ്യമാണ്.
1989 അന്നത്തെ പരമോന്നത നേതാവ് ഖൊമേനി അന്തരിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ സുപ്രധാന പദവി ഖമേനിയെ തേടിയെത്തിയത്. അന്ന് താരതമ്യേന പ്രായത്തിൽ പിന്നിലായിരുന്ന ഖമേനിക്ക് ഉന്നത പദവി നൽകുന്നതിനോട് പലരും എതിർത്തെങ്കിലും അദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് നീണ്ട 37 വർഷക്കാലം ഖമേനിയുടെ ഭരണം. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ ഭരണത്തിൽ തന്ത്രപ്രധാനമായ പ്രാധാന്യവും ഖമേനി നൽകിയതോടെ പരമോന്നത സ്ഥാനം ഉറപ്പിച്ചു നിർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. IRGC ഒപ്പം നിർത്തി ഇറാന്റെ രാഷ്ട്രീയം, മതം, വ്യവസായം, അടിസ്ഥാന സൗകര്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളുടെ നിയന്ത്രണവും ഖമേനിയുടെ സ്വന്തം കാൽക്കീഴിലാക്കി. ഇതോടെ ഇറാൻ സമ്പദ് വ്യവസ്ഥ തന്നെ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായി. സമീപകാല കണക്കുകൾ പ്രകാരം ഏകദേശം 9 ലക്ഷം കോടി രൂപയുടെ ആസ്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. മകൻ മോജ്താബയ്ക്കാകട്ടെ വിദേശത്ത് 1000 കോടിയിൽ പരം രൂപയുടെ ആസ്തികൾ ഉണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ. ഖമേനിക്ക് പുറമെ പ്രസിഡന്റ് പെസഷ്കിയാനും കൊല്ലപ്പെട്ടെന്നാണ് വിവരം. ഖമേനിക്ക് പകരക്കാരനെ കണ്ടെത്തേണ്ടത് ഇറാൻ ഭരണഘടന പ്രകാരം പ്രസിഡന്റ്, ജുഡീഷ്യറി തലവൻ, ഗാർഡിയൻ കൗൺസിൽ നിന്നുള്ള ഉന്നത പുരോഹിതൻ എന്നിവർ അടങ്ങുന്ന സമിതിയാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇറാന്റെ നിയന്ത്രണം IRGC ഏറ്റെടുക്കുമെന്നാണ് സൂചനകൾ. ഇസ്രായേലിനോടും US-നോടും പകരം ചോദിക്കുമെന്ന് IRGC വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധം തുടരുമെന്ന ആശങ്കയാണ് ഇതും നൽകുന്നത്. എണ്ണയും സ്വർണവും കത്തും. അമേരിക്കയുടെ ഉപരോധത്തിൽ മുങ്ങി നിൽക്കുകയാണെങ്കിലും ലോകത്തിലെ പ്രധാന എണ്ണ ഉൽപാദന കയറ്റുമതി രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കിലെ സുപ്രധാന അംഗവുമാണ്. മാത്രമല്ല, ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എണ്ണയൊഴുകുന്ന ഹോർമുസ് കടലിടുക്കും ഇറാന്റെ നിയന്ത്രണത്തിലാണ്. യുദ്ധ സാഹചര്യത്തിൽ ഇറാന്റെ എണ്ണ ഉൽപാദനവും കയറ്റുമതിയും താറുമാറായി. ഹോർമുസ് വഴിയുള്ള കപ്പൽ നീക്കം ഇറാൻ തടഞ്ഞതോടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിയും ഏറെക്കുറെ നിലയ്ക്കും. ഇന്നലെയും ഇന്നും ക്രൂഡ് ഓയിൽ, സ്വർണം, വെള്ളി, ഓഹരി വിപണികൾ അവധിയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തോട് തത്സമയം പ്രതികരിക്കാനുള്ള അവസരം ഈ വിപണികൾക്ക് കിട്ടിയിട്ടുമില്ല.